ശരിക്കും ഞാൻ സത്യത്തില് ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മള് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പൊതുവെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക കുറച്ച് റിസർവ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അതൊരു ഒരു മലയാളിയുടെ ഒരു പൊതുബോധമായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയില് പൊതുവെ പെൺകുട്ടികൾ കുറച്ചൊന്ന് ഉൾവലിയാൻ ശ്രമിക്കുന്ന ഒരു ഉം, പ്രവണതയുണ്ട്. ഉം. അപ്പൊ ആ സമയത്ത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതിനെ അത്രയും ബോൾഡ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഉള്ള ഒരു ധൈര്യം ഈ കുട്ടിക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് എന്ന്. പിന്നെ ഞാനൊക്കെ സ്വയം ഞാൻ വളരെ ബോൾഡ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. പക്ഷെ എന്നോട് ചോദിക്കുകയാണ് ഇത്തരം ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4 തവണ ഇരുന്ന് ആലോചിക്കും വേണോ വേണ്ടയോ എന്തായിരിക്കും ആൾക്കാർ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ. ഈ ഒരു ധൈര്യമൊക്കെ എവിടെന്നാ ശരിക്കും ഹിലക്ക് കിട്ടിയത്? എനിക്കറിയില്ല. ആ ധൈര്യം എന്റേന്ന് തന്നെയാ വന്നേക്കുന്നത്. കാരണം ഇതിപ്പോ എന്റെ ഉമ്മാനോട് ഈ ടോപ്പിക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ എന്റെ ഉമ്മ ഒരിക്കലും ടോപ്പിക്ക് ഇതിനകത്ത് സംസാരിക്കും തോന്നുന്നില്ല. ആ, ഇപ്പൊ എന്റെ വീട്ടിലും എനിക്കറിയില്ല അങ്ങനെ ആ, എനിക്ക് അത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ധൈര്യമായിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജഡ്ജ്മെന്റ്സ് പേടിയാണ്. സത്യത്തിൽ എനിക്ക് ആൾക്കാരെ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ആ, പിന്നെ ഞാൻ വിചാരിക്കും ജീവിക്കേണ്ടത് ഞാൻ, ആ, അനുഭവിക്കേണ്ടത് ഞാൻ, അതെ. എന്തും തരണം ചെയ്യേണ്ടത് ഞാൻ. ഉം, ബാക്കി ആരും എനിക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനോ കൊണ്ടുവരാനോ എനിക്കിവിടെ ആരുമില്ല. ഞാൻ ഉം, തന്നെ വിചാരിക്കണം. ഉം. പിന്നെ ഞാൻ മറ്റുള്ളവരെ നോക്കിയിട്ട് എനിക്ക് ഒരു കാര്യവും ഇല്ല, ഒരു ഗുണവും കിട്ടുന്നില്ല.